കഥ ഏത്തക്കുല. രചന ജോൺ കുര്യൻ. കടപ്പാട് സോഷ്യൽ മീഡിയ. ശബ്ദം ഷബീർ വെമ്പായം. അമ്മയുടെ ചുവട്ടിൽ നിന്നും പിഴുതുമാറ്റിയപ്പോൾ വളരെയധികം വിഷമം തോന്നി. ഇത്രയും നാൾ ആഹാരവും വെള്ളവും തന്ന് തണലേക്ക് കെട്ടിപ്പിടിച്ച് വളർന്ന ഞാൻ എന്തിനാണ് ഒരു ദിവസം 4 അടി വാര ദൂരത്തിൽ തനിയെ നിൽക്കുന്നത്? പക്ഷേ ചുറ്റും കണ്ണോടിച്ചപ്പോൾ തന്നെപ്പോലെ തന്നെ തൻ്റെ കൂട്ടുകാരും തൊട്ടകലത്തിൽ തനിയെ വളരുകയാണ്. അതെ, ഇതായിരിക്കാം എൻ്റെ വിധി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആരോ ദേഹത്തുകൂടി അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറുന്നു. പതുക്കെ കുനിഞ്ഞു നോക്കി. ഹോ, ആ പാണ്ടിപ്പയറും പിള്ളാരുമായിരുന്നു. ഷോ, എന്തൊരു വളർച്ച! എൻ്റെ ചാരവും വെള്ളവുമെല്ലാം വലിച്ചെടുത്താണ് ഇവറ്റകളുടെ വളർച്ച. ആ, കുഴപ്പമില്ല, അവർക്കും വേണ്ടേ ഒരു താങ്ങും തണലും, കൂടാതെ തനിക്ക് കൂട്ടുകാരുമാകുമല്ലോ. അങ്ങനെയിരിക്കെ അതാ ഒരു ദിവസം ആരോ കാലിൻ ചുവട്ടിൽ മാന്തുന്നു. ഒപ്പം വല്ലാത്ത നാറ്റവും. പയറുതളയാണ് പറഞ്ഞത്. അതാ മണിയമ്പൂച്ചയാ. ഇന്ന് രാവിലെ കൊണ്ടിട്ട മീൻ തലയും മുള്ളും തിന്നാൻ വന്നതാ കള്ളപ്പൂച്ച. ഉച്ചയ്ക്ക് ശേഷം വെയിലാറായപ്പോൾ വീണ്ടും മണിയും വന്നു. കരിയിലയുടെ മുകളിൽ മെത്തയൊരുക്കി ഉറക്കവും പിടിച്ചു. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും കടന്നുപോയി. പാണ്ടിപ്പയറിനും പ്രായമായി. പയറുകളെല്ലാം വിളഞ്ഞുണങ്ങി പകുതി കൊഴിഞ്ഞു വീണു, പകുതി കറിച്ചട്ടിയിലേക്കും. പതിവ് പോലെ അന്നും മണിയൻ ഉറങ്ങാനായി വാഴച്ചുവട്ടിലെത്തി. ആദ്യം കുറേ തമാശകൾ, പിന്നീട് അവൻ്റെ വിശ്രമം. പക്ഷേ തമാശയ്ക്കാണെങ്കിലും മണിയൻ്റെ ചോദ്യം വാഴയെ കുഴച്ചു. വാഴേ, നിനക്ക് കല്യാണമൊന്നും കഴിക്കണ്ടേ? നല്ല പഴുത്ത കുലകളൊന്നും വേണ്ടേ? ശരിയാണല്ലോ, ഇതുവരെ അക്കാര്യം ചിന്തിച്ചതേ ഇല്ല. അപ്പുറത്തെ തോട്ടത്തിലതാ കാളിയും കദളിയും പൂവനും എല്ലാം കുലച്ചു നിൽക്കുന്നു. ഈശ്വര, ഞാൻ ആർക്കാണാവോ ജന്മം കൊടുക്കുക? പൂച്ചൻ്റെ നാക്ക് ഫലിച്ചതുപോലെ അതാ 2 ദിവസം കഴിഞ്ഞപ്പോൾ വാഴയിൽ ഒരു കൂമ്പ്. തേനൂറുന്ന അല്ലികൾ. വണ്ടുകളും ശലഭങ്ങളും വന്ന് തേനൂറ്റാൻ തുടങ്ങി. താഴെ വീണ അല്ലികളിൽ നിന്ന് മണിയനും കിട്ടി ഒരിറ്റു മധുരം. അങ്ങനെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു ദിവസം അതാ വാഴയും കുലച്ചു. ഒത്ത വണ്ണവും ഒത്ത നീളമുള്ള കായ്കൾ. ആര് കണ്ടാലും ഒന്ന് നോക്കും. അന്നും മണിയനെത്തി. മുകളിലേക്ക് നോക്കിയപ്പോൾ അതാ ഒരു ഉഗ്രൻ ഏത്തക്കുല. അപ്പോൾ നമ്മുടെ വാഴയും കുലച്ചു അല്ലേ? മണിയൻ ചോദിച്ചു. എൻ്റെ മണിയാ, എനിക്ക് ഈ ഭാരം കൊണ്ട് നിവർന്നു നിൽക്കാൻ വയ്യ. കഴുത്തൊടിയുന്നു. വാഴ കേണു. അതിന് വിഷമിക്കണ്ട, 2 ദിവസത്തിനകം നീയും ചന്തയിലേക്ക് എടുക്കപ്പെടും. പൂച്ച മൊഴിഞ്ഞു. പക്ഷേ വീണ്ടും മണിയനൊരു സംശയം. അതവൻ വാഴയോട് ചോദിക്കുകയും ചെയ്തു. എങ്കിലും വാഴേ, ആരാ നിന്നെ കല്യാണം കഴിച്ചത്? കാളിയോ കദളിയോ അതോ മൈസൂർ ഏത്തനോ? അതിനുള്ള മറുപടി പറയാൻ വാഴയ്ക്കായില്ല. അതിനു മുമ്പേ കുലയോടുകൂടി വാഴ നിലത്തേക്ക് മുഖം പൊത്തി. പൊടുന്നനെ കുതിച്ചു ചാടിയ മണിയം പൂച്ച അടുത്ത വാഴച്ചുവട്ടിലേക്ക് നീങ്ങി. അതിനുത്തരം തേടിയല്ല, പിന്നെയോ തണലത്ത് കിടന്നു ഒന്ന് മയങ്ങാൻ വേണ്ടി.